ഹലോ മക്കേഴ്സ്, അപ്പോൾ അതാ നമ്മുടെ സമഗ്രന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ചെയ്തു നോക്കാം. കണ്ടപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് തന്നെയാണ് എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് എന്താണ് എന്നുള്ളത് ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? 40 × 80 3200 ആണെങ്കിൽ ആണെങ്കിൽ എന്താണ് 41 × 81? സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഏതാണ്? ഓപ്ഷൻ സി ആണ്. മലയാളത്തിൽ ഇതാ ചോദ്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ആരും പേടിക്കേണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പം ഒരു ട്രയാങ്കിൾ തന്നു. ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? മീഡിയൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? മാധ്യമാണ് എന്നാണ് അല്ലേ പറഞ്ഞത്? നടുവര എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ത്രികോണത്തിൻ്റെ ഈ ഒരു സൈഡ് കാണണം. എടാ, ഇത് നടുവരയാണെങ്കിൽ ഇത് നടുവല്ലേ? അപ്പോൾ ഇവിടെ 3 ഇവിടെയും 3. സോ ടോട്ടൽ എത്ര? 6. അടുത്തത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 40 ആണ്. ആൻഡ് വൺ സൈഡ് എന്താണ് 10 സെൻറ്റിമീറ്റർ അധികമാണ് മറ്റേതിനെക്കാട്ടിലും. അങ്ങനെയെങ്കിൽ ഇവിടെ ഏത് ഇക്വേഷനാണ് ഈ പറഞ്ഞതിൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഏതാണ് ആ ഇക്വേഷൻ? യെസ്, ഇവിടെ ഈസിലി നമുക്ക് പറയാൻ പറ്റും 2x + 10 = 40 ആണോ? അല്ല, 2x + 10 = 20. ഇതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് എന്താണ്? സൈഡ് ഓഫ് ക്വാഡ്രിലേറ്ററൽ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഫോർത്ത് സൈഡ് ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ? ഈ സൈഡ് കാണണം. അതിനാദ്യം നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഈ സൈഡ് കാണുന്നു. സോ ഇവിടെ √2, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ √3 ആണ് പൈതഗോറസ് വെച്ച്. മലയാളത്തിലും ചോദ്യം ഇവിടെ മലയാളത്തിലും ചോദ്യമുണ്ട് ഇവിടെ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? 4 കഴിഞ്ഞു. 5. 2 നമ്പറിൻ്റെ സമ്മ് 19, ഡിഫറൻസ് 5. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 12ഉം 7ഉം ആണ് നമ്പേഴ്സ്. ആൻഡ് ഇവിടെ എന്താണ്? ഇതൊക്കെ പാരലൽ സമാന്തര വരകളാണ് എന്നാണ് പറഞ്ഞത്. ആൻഡ് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒക്കെ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഗ്യാപ്പ് സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 ആണെങ്കിൽ, ഈ ലെങ്ത് 1 ആണെങ്കിൽ ഇതും 1, ഇതും 1, ഇതും 1, ഇതും 1 ഈക്വൽ ആയിട്ടാണ് മുറിച്ചത്. സോ ഈ സമാന്തര പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ ഞാൻ വേറെ ലൈൻ വരച്ച് കഴിഞ്ഞാലും ഇവരൊക്കെ തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇത് 1 ആണെങ്കിൽ ഇതൊക്കെ എന്ത് തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. AB ഈസ് ടു BC വേണ്ടി. ഇതാണ് AB, ഇതാണ് BC. ഇവർ തമ്മിൽ എന്താ ബന്ധം? AB എന്ന് പറഞ്ഞാൽ 2, BC എന്ന് പറഞ്ഞാൽ 3. സോ 2:3. ഇതാട്ടോ ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നു. ഏഴാമത്തേൽ എന്താണ്? 2 ആണ് ശരി ഉത്തരം വരുന്നത്. ആൻഡ് 8ൽ വരുമ്പോൾ എന്താണത്? 3 ആണ് മലയാളത്തിലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്താണ്? ഒരു ഫിഗർ തന്നു. അങ്ങനെയെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ, വാട്ട് ഈസ് ദ ഏരിയ? ഓക്കെ, ഈ സ്ക്വയറിൻ്റെ ഏരിയ ആണ് ചോദിച്ചത്. അപ്പോൾ ഇത് 3ഉം ഇത് 4ഉം ആണെങ്കിൽ ഈ സൈഡ് √7 ആയിരിക്കും. ഈ സൈഡ് √7 ആണ്, ഏരിയ 7 ആയിരിക്കും. ഇനി 11 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് √11 ആയിരിക്കണം. അതെങ്ങനെയാണ് കിട്ടുക? ഇതിനെ 11നെ 2 പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആക്കിയിട്ട് എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഹൈറ്റ് 5ഉം ഹൈപ്പോട്ടന്യൂസ് 6ഉം ആണെങ്കിൽ ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ പാദം √11 ആയിരിക്കും. ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് √11 എന്നുള്ള ലെങ്ത് കിട്ടും. ആൻഡ് അത് കോമ്പസിൽ അളന്നിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അടുത്ത ചോദ്യം ഇവിടെ 10ാമത്തെ ചോദ്യം. 9 കഴിഞ്ഞു, എത്ര പെട്ടെന്ന്. 9 കഴിഞ്ഞ് 10ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇതാ ഞാൻ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ. 11ാമത്തത് നമ്മളോട് പറയാണ് ഇതിൻ്റെ ഏരിയ 4 ആണ്, ഇതിൻ്റെ 2 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് എ ലാർജർ സ്ക്വയർ? ഓക്കെ, വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. സോ ഇതിൻ്റെ ഏരിയ 4 ആണെങ്കിൽ ഒരു സൈഡ് √4 അല്ലെങ്കിൽ 2 ആയിരിക്കും. ആൻഡ് സ്മോളർ സ്ക്വയർ ചെറുതിൻ്റെതോ? ഇത് 2 ആണ് ഏരിയ എങ്കിൽ √2 ആയിരിക്കും എന്ത് വരിക? ഒരു സൈഡ് വരിക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ താഴത്തെ സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് 2, ഇത് √2. സോ 2 + √2. √2ൻ്റെ വാല്യൂ എത്ര? 1.414. അപ്പോൾ എത്ര ആൻസർ വരിക? 3.414 എന്നാണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ചോദ്യം സിമ്പിളാണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ സൈഡ്സ് ഒക്കെ 2 ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കാണണം. എടാ, സൈഡ്സ് 2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇത് ഈക്വലി സ്പ്ലിറ്റ് ആവും. സോ ഈ ടോട്ടൽ 2 ആയിരുന്നു. അപ്പോൾ ഇതെത്ര? 1. സോ ഇത് 2, ഇത് 1. അങ്ങനെയെങ്കിൽ ഹൈറ്റ് √3. ഇനിയോ ഹൈറ്റ് 3 ആണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ. അങ്ങനെയെങ്കിൽ അതിൻ്റെ സൈഡ്സ് എത്ര എന്നാണ് ചോദിച്ചത്. സോ ഞാൻ ഹൈറ്റ് 3 എന്ന് എടുത്ത് ഇതെന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ
ഇതിൻ്റെ പകുതിയാണല്ലേ ഇവിടെ ഉണ്ടാകുക. നോക്കൂ, ഇവിടെ 2 ആയപ്പം ഇവിടെ എത്രയായിരുന്നു 1. അപ്പോൾ ഞാൻ ഇവിടെ x ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും 2x ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇവിടെ x കൊടുത്തു, ഇവിടെ 2x കൊടുത്തു, അങ്ങനെയാണ് ഇവിടെ 3 കിട്ടിയത്. അപ്പോൾ പൈതഗോറസ് അപ്ലൈ ചെയ്ത് നോക്ക്. x² + 3² = 2x² എന്ന് വെച്ച് കഴിഞ്ഞാൽ 4x². അതിൽ എനിക്ക് x √3 ആണെന്ന് കിട്ടും. 2x ആണ് ഒരു സൈഡ്, സോ സൈഡ് 2√3. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എവിടെ എത്തി? ഇവിടെ എത്തി. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ എന്താ ഇവിടെയും പാരലൽ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ബി സി കാണണം. ബി സി കാണണമെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും. സോ 3 ആണ്. പി സി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ആണ് കാണാൻ പറഞ്ഞത്. അതിന് എങ്ങനെ സാറേ? ഇത് ടോട്ടൽ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പി എന്താ മിഡ് പോയിന്റ് അല്ലേ? പി മിഡ് പോയിന്റാണ്. സോ ഇതും 2 ഇതും 2. സോ നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടി, ഇവിടെ 3 എന്ന് കിട്ടി. അത് വെച്ചിട്ട് ഇവിടെ പൈതഗോറസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി സി കിട്ടും. ഓക്കെ അല്ലേ? പി സി കിട്ടും എത്ര? √13. പി സി എത്ര? √13 എന്ന് കിട്ടും. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പം എവിടെ എത്തി? ശരി, ഇതിലേക്ക് കടക്കുമ്പം എ ബി കാണാനാണ് ആദ്യം പറഞ്ഞത്. ഈ ലെങ്ത് കാണാനാണ് പറഞ്ഞത്. സോ ഇത് 4 ആയതുകൊണ്ട് ഇതൊക്കെ മിഡ് പോയിന്റ്സ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് 4 ആയതുകൊണ്ട് ഇത് നേരെ ഡബിൾ 8 ആയിരിക്കും. ഇനി പി ക്യു കാണണം എന്നാണ് പറഞ്ഞത്. പി ക്യു എങ്ങനെ കാണുക? പി ക്യു കാണാൻ എന്താ ഐഡിയ? 2 കാൽക്കുലേറ്റ്. ഓക്കെ, അത് കാണണമെങ്കിൽ എന്താ ഐഡിയ എന്നോ? ഇത് 4 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? സോ ഇതെന്താ 8 ആയിരിക്കും. അതിൽ തന്നെ ഇത് 4ഉം 4ഉം ആയിരിക്കും. ഇനി ഈ ടോട്ടൽ 6 ആണ് അല്ലേ? അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് 3ഉം 3ഉം. അപ്പോൾ നിങ്ങൾ നോക്കൂ, പെരിമീറ്റർ 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്രയായി? 4, 8, 11, 12, 13, 14 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി 4 ആണ് ഇവിടെ വരിക. അപ്പം 2ഉം 2ഉം കൊടുത്ത്. സോ ഇത് 4 ആണെങ്കിൽ പി ക്യു എത്ര? 2. സോ പി ക്യു എത്ര? 2 ആണെന്ന് കിട്ടി. അടുത്തത് ബാറ്ററിയും ബൾബും വാങ്ങുകയാണ്. 2 ഇക്വേഷൻ സിംപ്ലി ഫോം ചെയ്യാം. അതിൽ നിന്ന് രണ്ടിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് 14. ഇവിടെ എന്താണ്? ഇവിടെ ശരിക്കും ഈ സാധനം നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സിമിലർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രൂഫിലേക്ക് നമുക്ക് പോവാൻ പറ്റുന്നതുള്ളത്. അപ്പോൾ അത് തൽക്കാലം നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്തത് എന്താണ്? ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള ഏതാണ്? സിമ്പിൾ 13 ആണ്. ഇവിടെ എത്ര? 12. ഇനി പ്രൊഡക്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഏതെങ്കിലും 4 നമ്പേഴ്സ് എടുത്തിട്ട് അതിനെ ഇങ്ങനെയും ഗുണിച്ചു കഴിഞ്ഞാൽ ആ ഡിഫറൻസ് എന്താണ്? 7 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്പേഴ്സ് എടുത്തു ഈ ഒരു രീതിക്ക്. ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് ഗുണിച്ചപ്പോൾ എനിക്ക് ഇത് കിട്ടി, ഇവിടുന്ന് ഇങ്ങോട്ട് ഗുണിച്ചപ്പോൾ ഇത് കിട്ടി. ഇവരെ തമ്മിലൊന്ന് ഡിഫറൻസ് എടുത്തു നോക്ക്. x² ഉണ്ട്, 8x ഉണ്ട്, ബാക്കി എത്ര? 7. സോ പ്രൂവ് ചെയ്യാൻ പറ്റും സിംപിളി. ഇതിൻ്റെ താഴെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ്. ഓക്കെ, ഇവിടെ സിമ്പിളാണ്. ഇവിടെ എന്താണ്? പെരിമീറ്റർ 60 ആണ്. അങ്ങനെയെങ്കിൽ സൈഡ്സ് ഏതൊക്കെ ആവാമെന്നാണ് ചോദിച്ചത്? 10ഉം 20ഉം ആവല്ലേ? അപ്പോൾ ടോട്ടൽ ലെങ്ത്തും ബ്രെഡ്ത്തും 30 ആയി. അപ്പോൾ പെരിമീറ്റർ എത്ര? 60 ആണ് ആയിട്ടുണ്ടാകുക. ആൻഡ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിതാ സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളോട് ചോദിച്ചത് എന്താണ്? ദ പെരിമീറ്റർ 60 ഓഫ് ഏരിയ ഇസ് 90. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ആൻഡ് ഏരിയ 2, അതായത് ഒരു സ്ക്വയറിൻ്റെ അല്ല ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 60 ആണ്, ഏരിയ 90 ആണ്. സോ പെരിമീറ്റർ 60 ആണ്. x + y ലെങ്ത് + ബ്രെഡ്ത്ത് 30 ആണ്. x × y ലെങ്ത് × ബ്രെഡ്ത്ത് 90 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്താ കാണേണ്ടത്? ഇതിനെക്കാട്ടിയും 2 സെൻറ്റിമീറ്റർ കുറവായ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. സോ x - 2 ആണ് ലെങ്ത്ത്, y - 2 ആണ് ബ്രെഡ്ത്ത്. ഇത് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ടൈപ്പ് കിട്ടും. ഇവിടെ xy അറിയാം, x + y അറിയാം. ആൻസർ വെരി വെരി ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? എടാ, അടുത്തതും പ്രൂവ് ചെയ്യാനുള്ളതാണ്. അതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നൈസായിട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അത് പറഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് നല്ല ടൈം എടുക്കും. അത് നമുക്ക് അല്ലാത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അടുത്തത് √2 ഏതിൻ്റെ ഇടയിലാണ് വരിക? ഉറപ്പായിട്ടും 4/3, 3/2ൻ്റെ ഇടയിൽ. ആൻഡ് 19ൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ആൻസർ നമ്മൾ ഈസി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ 19 ചെയ്യണമെങ്കിൽ ഒരു കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മീഡിയൻ വരയ്ക്കുകയാണെങ്കിൽ എന്താണ് ആ കണക്ഷന്? സാറേ 2:1 എന്നുള്ളതായിരിക്കും റേഷ്യോ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ വേറെ ഒന്നും പ്രശ്നമില്ല. 20ലേക്ക് വരുമ്പം ഈ സ്ക്വയറിൻ്റെ ഏരിയ 7 ആണ്. അപ്പോൾ ഒരു സൈഡ് √7. ഇതിൻ്റെ 3 ആണ്. അപ്പോൾ ഒരു സൈഡ് √3. ഓക്കെ, സോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത്? ഇത് 2 ആണെന്ന് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് √7, ഇത് 3.
ഓക്കെ, പൈതഗോറസ് വെച്ചാൽ ഇത് നമുക്ക് 2 ആണെന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ഇനി എന്താ, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ √3ഉം √7ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ മതി. പക്ഷേ ശരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ √7ൻ്റെ വാല്യൂ തരണമായിരുന്നു, പക്ഷേ തന്നിട്ടില്ല. അയ്യോ, മലയാളം ക്വസ്റ്റ്യൻസ് എന്നോട് സ്കിപ്പ് അടിച്ചു കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് മലയാളം ഉണ്ടാവില്ലേ, ഞാൻ ഞെക്കിപ്പോയി അറിയാണ്ട്. ഓ ഭാഗ്യം, ഇംഗ്ലീഷായി ഞെക്കിയെങ്കിൽ പെട്ടുപോയേന്. കാരണം എന്താ, ഇംഗ്ലീഷിലാണ് ഞാൻ ആൻസറൊക്കെ എഴുതി വെച്ച്. അടുത്ത ചോദ്യം, ഇങ്ങനെ ഒരു ഫിഗർ തരുന്നു ആൻഡ് ഇത് 3 ആണെങ്കിൽ ഇതും 3, അങ്ങനെയെങ്കിൽ ഇത് 3√3, അതേ കേസിൽ ഇത് 2√2. ഇനി നമുക്ക് എന്താ കാണണ്ടേ, ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റേഴ്സ് കാണണം. ഇതിൻ്റെ പെരിമീറ്റർ എത്ര സാറേ, ഇത് 3ഉം കൂടി അങ്ങ് കൂട്ടിയാൽ മതി. ആദ്യം 3 + 3 + 3√3. ഇതെങ്ങനെ ചെയ്യുക, 3 × √3ൻ്റെ വാല്യൂ 1.732. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, അതിനോട് 6 കൂട്ടിയാൽ മതി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് എന്താണ്, ഒരു ഫ്രാക്ഷൻ 4/3, 6, 4/9 ഇങ്ങനെ എന്തോ ഒരു നമ്പർ നമ്മളതിലുണ്ട്. ഇതിൻ്റെ ന്യൂമറേറ്ററിലേക്ക് 2 കൂട്ടുമ്പം ആൻസർ 1/4, ഡിനോമിനേറ്ററിലേക്ക് 2 കൂട്ടുമ്പോൾ ആൻസർ 1/5. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ 2 ഇക്വേഷൻ ഇവിടെ നിന്ന് കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, റെഡി. സോ ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾ കിട്ടിയ 2 ഇക്വേഷൻ ഇത് തന്നെയല്ലേ, ഇത് 1 ഇത് 2. ഓക്കെ, റെഡി. ഇതാ നോക്കടാ, x/y ആണ് നമ്പർ എന്ന് വിചാരിക്കും. അപ്പോൾ ന്യൂമറേറ്ററിലേക്ക് 2 കൂട്ടി, അപ്പോൾ x + 2/y, അപ്പം 1/4 കിട്ടി. അത് ഞാൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും എന്താണ്, ഒരു സിമ്പിളായിട്ട് ഇത്ര ടൈംസ് ഒരു നമ്പറിൻ്റെ 5 ടൈംസും മറ്റൊരു നമ്പറിൻ്റെ 3 ടൈംസും കൂട്ടിയപ്പോൾ 62 കിട്ടി. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് 2 ഇക്വേഷൻ ഇവിടെ ഉണ്ടാക്കാം. എന്നിട്ട് എന്താ, ഇതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇതാണോ നിങ്ങൾക്ക് കിട്ടിയ 2 ഇക്വേഷൻ നോക്ക്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആൻസർ തെറ്റൂല. ഇവിടെ 5x ആണ് 4x ആണ് സെയിം അല്ല, 3y ആണ് 2y ആണ് സെയിം അല്ല. അപ്പോൾ അതെങ്ങനെയാണ് സെയിം ചെയ്യൽ എന്നുള്ളത് നമുക്കറിയാം, അതൊന്ന് നോക്കാം. 13 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയ്ക്കണം, അതിനെ 2:3:4 റേഷ്യോയിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ 2:3:4 കട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത് 3 കൂടി കൂട്ടിയാൽ 9 ആണ്. അപ്പോൾ 13 ഇവിടെ വരയ്ക്കുന്നത്, 9 ഇങ്ങോട്ട് വരയ്ക്കുന്നത്, എന്നിട്ടോ 2:3:4 ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പാരലൽ ലൈൻസ് വരയ്ക്കുമ്പോൾ ആൻസറായി. ഇനി 13 സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു എന്ത് വരയ്ക്കണം, 13 സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള 13 സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഓക്കെ, 13 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള എന്ത് വരയ്ക്കണം, ട്രയാങ്കിൾ. സോ ഒന്നും നോക്കണ്ട, നേരത്തെ വരച്ച ഈ 3 പീസുകളാണ് നമ്മളുടെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. അപ്പം നടുവുള്ള ഇവിടെ വെക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കോമ്പസിൽ അളന്നിട്ട് ആർക്ക് ഇടുക, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കോമ്പസിൽ അളന്നിട്ട് ആർക്ക് ഇടുക, ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇതാണ് ആൻസർ. ശരി, അടുത്തത് എന്താണ് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഫിഗർ വന്ന് ഇങ്ങനെ പോവുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 1 ഇത് 1 ആണ്, ഇത് √2, ഇത് √2 ഇത് 1 ആണ്, ഇത് √3, ഇത് √3 ഇത് 1 ആണ്, ഇത് √4, ഇത് √4 ഇത് 1 ആണ്, ഇത് √5. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്താ നമ്മളോട് ചോദിച്ചത്, കാൽക്കുലേറ്റ് ദ ഡയഗണൽ ഓഫ് ഈച്ച് റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, എല്ലാ റൈറ്റ് ട്രയാങ്കിളിൻ്റെയും എന്താണ് ഡയഗണൽ എന്നാണ് ഓല് പറഞ്ഞത്, ഹൈപ്പോട്ടന്യൂസ് ഞാൻ കണ്ടു, അല്ലെങ്കിൽ എന്താ കർണം ഞാൻ കണ്ടു. ഇനി അടുത്തത് 10ാമത്തെ റൈറ്റ് ട്രയാങ്കിളും 9ാമത്തെ റൈറ്റ് ട്രയാങ്കിളും തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിച്ചത്. ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ നോക്കി, √1 1 √2, പിന്നെയോ √2 1 √3 അല്ലേ. അപ്പോൾ 9ാമത്തെ എന്തായിരിക്കും വരിക, √9 1 √10 അല്ലേ. ഇതാ 9ാമത്തെ. 10ാമത്തെ ഇങ്ങനെ ആയിരിക്കും വരിക. ആൻഡ് ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പോൾ 10ഉം 10ഉം പോയി, 1ഉം 1ഉം പോയി. √9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. സോ √11 - 3 ചെയ്താലാണ് നമ്മളുടെ ആൻസർ കിട്ടുക. ഇവിടെ ഞാൻ പറയുന്നത് √11ൻ്റെ വാല്യൂ അവർ തരണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മുന്നോട്ട് പോകാൻ പറ്റും. അടുത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് റിസ്ക് ഉള്ളൊരു സംഭവമാണ്. ആദ്യത്തെ ഇനി പ്രശ്നമില്ല. രണ്ടാമത്തെ എന്താണ്, 2 നമ്പേഴ്സ് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. ഏതോ 2 നമ്പർ അവരെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 റിമൈൻഡർ കിട്ടും എന്നാണ് പറയുന്നത്. മക്കൾ ശ്രദ്ധിക്കേണ്ട, ഒരു നമ്പറിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 3n എഴുതാം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 റിമൈൻഡർ കിട്ടുമെങ്കിൽ ആ നമ്പറിനെ 3n + 2 എന്ന് എഴുതാം. സോ ആദ്യത്തെ നമ്പറിനെ 3n + 2 എന്ന് എഴുതി. അടുത്തത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 റിമൈൻഡർ കിട്ടണം, പക്ഷേ 3 × n ഇവിടെ എടുത്തത് കൊണ്ട് ഞാൻ m എടുക്കുന്നു, 3m + 2. ഇനി ഇവരെ തമ്മിൽ ഗുണിക്കുമ്പോൾ എന്താണ്, എനിക്ക് ഒരു ആൻസറിലേക്ക് എത്തുന്നുണ്ട്, പക്ഷേ ആ ഗുണനഫലം എന്താണ്, റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഈ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യണം, 3 × എന്തോ ഒരു നമ്പർ +1 എഴുതണം. എന്നാലാണ് 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 റിമൈൻഡർ കിട്ടുക എന്നുള്ള മീനിങ് വരിക. അപ്പോൾ ഞാനിങ്ങനെ അത് ചെയ്തു വന്നപ്പോൾ എനിക്കിതാ 3 × ഒരു അലമ്പ് ചങ്ങായി +1 ആ രീതിക്ക് എഴുതാൻ പറ്റി. സോ എന്താ, ഇതിൻ്റെ പ്രോഡക്റ്റിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടും എന്നാണ് ചോദിച്ചത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്,
ആ അടുത്തത് യെസ്, അടുത്തത് നമ്മളുടെ ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പറിനെ ഞാൻ XY എന്ന് എടുക്കുന്നു. സോ ആ XY എങ്ങനെ എഴുതുക? 24 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? 2 ഇൻറ്റു 10 പ്ലസ് 4 എന്നല്ലേ? അപ്പോൾ XY ആണ് നമ്പർ എങ്കിൽ 10 ഇൻറ്റു X പ്ലസ് വൈ. ഇനി ഈ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ YX ആയി. അപ്പോൾ ഇതിനെ 10Y പ്ലസ് X എന്ന് എഴുതാം. ഇനിയോ ഇത് മാറ്റിയപ്പോൾ എന്താണ്? ആദ്യം ഉള്ളതിനെക്കാട്ടിലും 27 കൂടുതലാണ് രണ്ടാമത്തെ. സോ ആ സാധനമാണ് ഞാൻ ഇവിടെ എഴുതിയത്. അതിൽ നിന്ന് എനിക്ക് X മൈനസ് വൈ മൈനസ് 3 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ആൻഡ് നമ്പേഴ്സ് എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ 13 ആണെന്ന് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ട്. സോ 2 ഇക്വേഷനായി. എനിക്ക് എക്സും വൈയും കിട്ടി എത്ര? 5ഉം 8ഉം. സോ എൻ്റെ ആദ്യത്തെ നമ്പർ 58 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നോക്കൂ, ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഡിക്രീസ്ഡ് ബൈ 1 ഏരിയ 551. സോ ആദ്യം സൈഡ്സ് എക്സും വൈയും ആണെങ്കിൽ സൈഡ്സ് 1 കുറച്ച് എന്നാണ് പറഞ്ഞത്. സോ X മൈനസ് 1 Y മൈനസ് 1 അവരെ തമ്മിൽ ഗുണിച്ചാലാണ് ഏരിയ കിട്ടുക. അത് 551 ആണ്. അതുപോലെ പിന്നെ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഏരിയ 651. സോ ഈ ചങ്ങായിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ആൻഡ് ഈ ചങ്ങായിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവരെ തമ്മിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇതാണ് കിട്ടുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ X ഇൻറ്റു വൈ അല്ലെങ്കിൽ ഏരിയ കിട്ടും 600 ആണെന്ന്. ആൻഡ് ഇവരെ തമ്മിൽ ആഡ് ചെയ്തപ്പോഴാണ് ഏരിയ കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ ഇവരെ തമ്മിൽ നിങ്ങളൊന്ന് കുറച്ച് നോക്ക്, അപ്പം നിങ്ങൾക്ക് പെരിമീറ്ററും കിട്ടും. ആൻഡ് അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറും കിട്ടും. വെരി സിമ്പിളാണ്. അടുത്തത് എന്താണ്? അടുത്തതും അതേ രീതിക്ക് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ആദ്യം ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, പിന്നെ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ഇത്ര ഒക്കെ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും സാറേ ഇങ്ങനെ പറയാനാണെങ്കിൽ പറയേണ്ടിയിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എടാ 26 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഞാനൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതന്നെ ഒരു ലൈവ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ എടുക്കും ഈ 26 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് എഴുതി വെച്ച് സ്പീഡ് പറഞ്ഞത്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ, നിങ്ങൾ ചെയ്തത് ശരിയാണോ, ഓ എൻ്റെ ആൻസർ ഇതാണോ, ഞാൻ ചിന്തിച്ചത് ഈ രീതിക്കാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇടുന്നത്. ഇതിലുള്ള ടഫായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഇതിലുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ എന്താണ് ഇഷ്ടംപോലെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും വാട്സപ്പ് ചാനലിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നത് ഞാൻ കാണുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇനി നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ ആണല്ലോ? സോ ഉഷാറായിട്ട് പഠിക്കുക. സി യു, ബൈ.